CPMന്റെ പഴയകാല ക്യാപ്സ്യൂൾ രാഷ്ട്രീയം ഇപ്പോൾ അത്ര എളുപ്പത്തിലൊന്നും തന്നെ ജനങ്ങൾക്കിടയിൽ ഫലിക്കുന്നില്ല എന്ന വിമർശനം ശക്തമാവുകയാണ്. CMRLൽ നിന്നും സേവനത്തിനായി വീണ വിജയൻ പണം കൈപ്പറ്റിയെന്ന ക്യാപ്സ്യൂൾ രാഷ്ട്രീയവുമായാണ് ഇവിടെ ഇവർ വലിയ രീതിയിൽ ഇത് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ 8 നിലയിൽ ഈ ഒരു ശ്രമം പാളിപ്പോയി എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ അങ്ങനെ ഒന്നുണ്ടായി എങ്കിൽ അതിൻ്റെ തെളിവുകൾ എന്തുകൊണ്ട് ഹാജരാക്കാൻ മടിക്കുന്നു എന്ന ചോദ്യമടക്കം ഉയരുകയാണ്. സാധാരണയായി കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ ഔദ്യോഗിക കരാറുകൾ, പ്രൊജക്ട് രേഖകൾ, ഇൻവോയ്സുകൾ, സേവന റിപ്പോർട്ടുകൾ, ഇമെയിൽ ആശയവിനിമയങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു കമ്പനിക്ക് സ്ഥിരമായി വലിയ തുക നൽകുമ്പോൾ അതിന്റെ ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിവാദം ശക്തമായിട്ട് പോലും എന്ത് സേവനമാണ് ഇവിടെ വീണ ജോർജ് നൽകിയതെന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവ് പോലും പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നതിൽ മടുപ്പ് കാണിക്കുന്നത് ഇവിടെ കൂടുതൽ സംശയത്തിന് ഇടയാക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യമായി പറയേണ്ടത്. അതേപോലെ തന്നെ അവിടെ വൃത്തിഹീനമായി തന്നെ പ്രവർത്തിക്കുന്ന ചായക്കട ഉടമ പഞ്ചായത്ത് അംഗത്തിന് നൽകുന്ന കൈക്കൂലി അടക്കം ഉദാഹരണമാക്കിയാണ് CPM ആകട്ടെ ഇവിടെ ഈ ഒരു ക്യാപ്സ്യൂളിനെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ, അതായത് CPMന്റെ ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകളെ സോഷ്യൽ മീഡിയ പരിഹസിച്ച് തള്ളുന്നത്. മകൾക്ക് വേണ്ടി പിണറായി പാർട്ടി അണികളെ ചാവേറാക്കി റോഡിലേക്ക് ഇറക്കുകയായിരുന്നു എന്നതാണ് സൈബർ ഇടത്തിൽ പോലും അഭിപ്രായങ്ങൾ ഉയരുന്നത്. അതേസമയം വീണയുടെ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ട് പോലും ഇഡിക്ക് ഒന്നും കിട്ടിയില്ല എന്നതാണ് CPM സൈബർ സഖാക്കളുടെ പരിഹാസമായ ഒരു വാദം പുറത്തു വന്നിരിക്കുന്നത്. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷവും വീണയുടെ കമ്പനി എക്സാലോജിക്കിന് 3 ലക്ഷവുമാണ് CMRL നൽകി വരുന്നത്. അങ്ങനെ മാസം 8 ലക്ഷം, അത് പ്രകാരം വർഷത്തിൽ 96 ലക്ഷമാണ് വീണ കൈപ്പറ്റിയത്. ആകെ 2.78 കോടിയാണ് പിണറായിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയതെന്നും പിണറായി മുഖ്യമന്ത്രിയായതിന് പിന്നാലെ തന്നെ 2017 ജനുവരി മുതൽ തന്നെ 2020 ജൂൺ വരെയാണ് പണം നൽകിയിരിക്കുന്നത്. 2019 CMRL ആദായ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് 1.72 കോടി വീണയ്ക്ക് നൽകിയെന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ റെയ്ഡിന് ശേഷവും കരിമണൽ കമ്പനിയിൽ നിന്നും വീണയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പോലും കണ്ടെത്തിയിരുന്നു. അതേപോലെ CMRL മാത്രമാണ് എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന മാർഗം. എക്സാലോജിക്കുമായുള്ള ഇടപാട് അവസാനിച്ച ശേഷം CMRL IT സ്ഥാപനമായ ITMA ടെക്നോളജീസുമായി കരാറുണ്ടാക്കി. യഥാർത്ഥത്തിൽ IT സേവനം നൽകിയ ഈ സ്ഥാപനത്തിന് വെറും 27 ലക്ഷത്തോളം മാത്രമാണ് CMRL നൽകിയത്. ഇവിടെയാണ് അഴിമതി കുറഞ്ഞ അധ്യായം തെളിഞ്ഞു തുടങ്ങിയതും. എക്സാലോജിക്കിന്റെ IT ഡെവലപ്പർക്ക് പോലും തന്നെ CMRL എന്ത് സേവനമാണ് നൽകിയതെന്ന് ഇതുവരെയും അറിയില്ല. മുൻപാകട്ടെ SFIയുടെ മുന്നിൽ വീണയ്ക്ക് സേവനം നൽകിയത് സംബന്ധിച്ച് യാതൊരു രേഖയും ഹാജരാക്കാൻ സാധിച്ചില്ല. CMRL MD ശശിധരൻ കർത്തയുമായി തന്നെ നേരിട്ടായിരുന്നു കരാർ എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും വീണയ്ക്ക് ഹാജരാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇരു കമ്പനികളും തമ്മിൽ അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശയവിനിമയം. ഇതിനു പുറമെ തന്നെ 2015-16 ശശീന്ദ്രൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ക്യാപിറ്റൽ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനം വീണയ്ക്ക് 50 ലക്ഷം വായ്പ നൽകിയിട്ടുണ്ട്. ഇതിൽ ആകെ 4 ലക്ഷം മാത്രമാണ് വീണ തിരിച്ചടച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പരിശോധിച്ചാണ് അവിടെ SFIU കമ്പനീസ് ആക്ടിലെ 447 വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നും കമ്പനി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യാതൊരു സേവനവും നൽകാതെയാണ് വീണ പണം നൽകിയതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമായി തന്നെ എടുത്തു പറയുകയും ചെയ്യുകയാണ്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ക്യാപ്സൂൾ രാഷ്ട്രീയവുമായി തന്നെ CPM രംഗത്ത് വരുന്നത്. എന്നാൽ ഇത് ജനങ്ങൾക്കിടയിൽ പോലും വലിയ ഫലം കാണുന്നില്ല എന്ന വസ്തുതയാണ് എടുത്തു പറയേണ്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.